ക്രിസ്തീയ ജീവിതത്തിലെ രണ്ട് അവിഭാജ്യ ഘടകങ്ങളാണ് റിലേഷൻഷിപ്പ് അഥവാ ബന്ധവും ഫെലോഷിപ്പ് അഥവാ കൂട്ടായ്മയും. ബന്ധങ്ങളിൽ കൂടിയാണ് കൂട്ടായ്മകൾ ഉണ്ടാകുന്നത്. ഒന്നാമത് നടക്കുന്നത് ബന്ധവും അത് ഒരിക്കലായി നടക്കുന്നതുമെങ്കിൽ അതേ തുടർന്ന് തുടർമാനമായി വെച്ചു പുലർത്തേണ്ട ബന്ധത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമത്രേ കൂട്ടായ്മകൾ എന്നത്. ബന്ധത്തിന് അർത്ഥമുണ്ടാകുന്നതും സൗന്ദര്യമേറുന്നതും കൂട്ടായ്മകൾ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. എല്ലാ കാര്യങ്ങൾക്കും ഉത്തരവാദികളും ഉത്തരവാദിത്തങ്ങളും ഉള്ളതുപോലെ ബന്ധത്തിനും കൂട്ടായ്മയ്ക്കും ഉത്തരവാദികളും ഉത്തരവാദിത്തങ്ങളുമുണ്ട്. ഒരുവൻ ക്രിസ്തുവിലാകുന്ന നിമിഷത്തിൽ ആ വ്യക്തിയെ സ്വർഗീയ കുടുംബത്തിലെ അംഗീകരിക്കപ്പെട്ട ഒരു കുടുംബാംഗമായി മാറ്റുന്ന പ്രക്രിയയ്ക്ക് ദൈവം ഉത്തരവാദിയാണ്. തിരുവചനം പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 1-12 യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠവും മാന്യവുമായ ഒരു പദവി അത്രേ ഒരു ദൈവ പൈതലായി തീരുക എന്നത്. ഈ ഭൂമിയിൽ കാണുന്ന ബന്ധങ്ങളെല്ലാം തന്നെ ശവക്കുഴിയിൽ ചെന്ന് അവസാനിക്കുമ്പോൾ ഇന്നും എന്നും എന്നേക്കും നിലനിൽക്കുന്ന ഒരു ബന്ധമത്രേ ദൈവ മക്കൾ എന്നത്. യോഹന്നാൻ അപ്പോസ്തലൻ ആ പദവിയുടെ മാന്യതയെ വീണ്ടും എടുത്തു കാട്ടുന്നത് ശ്രദ്ധിക്കുക. യോഹന്നാന്റെ 1 ലേഖനം 3-1 കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ക്രിസ്തുവിലാകുന്ന ഒരു വ്യക്തിയെ സ്വർഗീയ കുടുംബത്തിൻ്റെ അംഗമാക്കുന്ന ഉത്തരവാദിത്വം ദൈവത്തിനെങ്കിൽ ദൈവവുമായി വെച്ചു പുലർത്തേണ്ട കൂട്ടായ്മയുടെ ഉത്തരവാദിത്വം ദൈവമക്കൾക്കുള്ളതാണ്. തിരുവചനം പറയുന്നു, യോഹന്നാന്റെ 1 ലേഖനം 1-6 അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. 2 കൂട്ടായ്മകൾ ദൈവമക്കൾക്ക് യോജിച്ചതല്ല. നാം ഇപ്പോൾ വെളിച്ചത്തിൻ്റെ മക്കളാകൊണ്ട് ഇരുട്ടിൻ്റെ കൂട്ടായ്മ നമുക്ക് അനുവദനീയമല്ല. ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ, ലോകത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്നും പൂർണ്ണമായി വേർപെട്ട് ദൈവവുമായുള്ള കൂട്ടായ്മയിൽ നാം നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. ലോകവുമായുള്ള കൂട്ടായ്മ നാം വെച്ചു പുലർത്തുന്നുവെങ്കിൽ ലോകം നമ്മെ ദൈവവുമായുള്ള കൂട്ടായ്മയിൽ നിന്നും അകറ്റി നിർത്തും എന്ന കാര്യം മറക്കേണ്ട. ഡിയർ ഫ്രണ്ട്സ്, പ്രാർത്ഥനയിലൂടെ വേദവചന ധ്യാനത്തിലൂടെ ഓരോ ദിവസത്തെയും സമർപ്പണത്തിലൂടെ ദൈവവുമായുള്ള കൂട്ടായ്മ നമുക്ക് നിലനിർത്താം. അത് നമ്മുടെ ഉത്തരവാദിത്വവും നമ്മുടെ ആവശ്യവുമാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.